ഫ്രീ ഏണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൻ്റെ പേര് മുമ്പ് ക്രിപ്റ്റോ ലൈനപ്പ് എന്നായിരുന്നു. പിന്നെ ഗവൺമെൻറ് ചില റൂൾസ് കൊണ്ടുവന്നു. അപ്പോൾ ക്രിപ്റ്റോ അനധികൃതമായിട്ട് കൈമാറ്റം ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഫ്രീ ഏണിങ്സ് എന്ന് പേര് മാറ്റിയത്. അപ്പോൾ പലർക്കും ഇത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താലും ഇതേ സെയിം പേരിലുള്ള ഒത്തിരി ചാനലുകൾ ഉള്ളതുകൊണ്ട് പഴയൊരു പേര് തന്നെയാണ് ഉത്തമമെന്ന് പറയുകയുണ്ടായി പലരും. അതിന് പ്രകാരം അപ്പോൾ പേര് ഞാൻ പഴയതിലേക്ക് മാറുകയാണ്. അപ്പോൾ അതൊന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇതിൽ വന്നിട്ട് ഞാൻ അങ്ങനെ ക്രിപ്റ്റോ ബൈ സെൽ അതിനെക്കുറിച്ചൊന്നും ഞാൻ വീഡിയോസ് ചെയ്യാറില്ല. ഇതെങ്ങനെ ഏൺ ചെയ്യാം എന്നുള്ള കാര്യമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അതിൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, എങ്ങനെ റൂൾസ് അനുസരിച്ചൊക്കെ വിഡ്രോ ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തത്, ഇന്ന് കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പോലെ പൈ നെറ്റ്വർക്കാണ്. ഇതൊരു 5 വർഷത്തിന് മുമ്പ് ഞാൻ തുടങ്ങിയ ഒരു അക്കൗണ്ടാണ്. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഇതിലെനിക്ക് റെഫറലൊന്നുമില്ല. ഇതെൻ്റെ ഒരു സെക്കൻഡ് അക്കൗണ്ടാണ്. ഇതിലാകെ ഒരു റെഫറൽ ആണ് ഉള്ളത്. അപ്പോൾ പലരും പറയാറുണ്ട്, ഞാൻ 5 വർഷമായി 6 വർഷമായിട്ട് മൈൻ ചെയ്യുന്നു, എനിക്ക് കോയിനൊന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു 5310 ടോക്കൺ കോയിൻ എനിക്ക് കാണുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ കാണും. ടൈമിൽ നിങ്ങൾ KYC ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ കിട്ടും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ഈ കാണുന്ന മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് മൈഗ്രേഷൻ, ഞങ്ങൾക്ക് ഇതുവരെ ഫസ്റ്റ് മൈഗ്രേഷൻ ആകാത്തവർ KYCയിൽ സബ്മിറ്റ് ചെയ്ത് ഓക്കെ ആയവരുടെ കാര്യമാണ് പറയുന്നത്. ആകാത്തവരും ഒക്കെ ഈ ഒരു കാര്യം നിങ്ങൾ കമ്പൽസറി ചെയ്യണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജ് ആകും. ആദ്യം തന്നെ ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിൽ 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്ത് മെയിൻ നെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺവെരിഫൈഡ്, ട്രാൻസ്ഫറബിൾ, മൈഗ്രേറ്റഡ് ആയിട്ടുള്ള കാണാൻ കഴിയും. മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചെക്ക് ലിസ്റ്റിൻ്റെ ഓപ്ഷൻ ഓപ്പണായി വരും. ചിലരുടേത് വന്നിട്ട് ഈ മൂന്നാമത്തെ പേജ് ഒരു യെല്ലോ കളറിലായിരിക്കും കാണുന്നത്, ചിലരുടെ ഗ്രീൻ കളറിലായിരിക്കും കാണുന്നത്. ബാക്കിയെല്ലാം ഓക്കെ ആയിരിക്കും. ഇതിലിപ്പോൾ എൻ്റെ ടോക്കൺ 1883 ടോക്കൺ മൈഗ്രേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ എൻ്റെ അഡ്രസ്സ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെക്ക് ലിസ്റ്റ് ക്ലിയർ ചെയ്യുമ്പോൾ ഇതെല്ലാം മാറും. ഓക്കെ, ഇതിങ്ങനെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻ പേജിലേക്ക് മടങ്ങി വരിക. മടങ്ങി വന്നതിന് ശേഷം ഇവിടെ ആയാലും കുഴപ്പമില്ല, മെയിൻ നെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നേരെ ചെക്ക് ലിസ്റ്റിലേക്ക് തന്നെ മടങ്ങി വരും. ഇവിടെ കാണുന്ന ഈ മൂന്നാമത്തെ ഓപ്ഷൻ കൺഫേം യുവർ പൈ വാലറ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും. ഇവിടെ വന്നിട്ട് കൺഫേം യുവർ പൈ വാലറ്റ്, നമ്മുടെ പൈ വാലറ്റ് ഇവിടെ കൺഫേം ചെയ്യണം. അപ്പോൾ നിങ്ങൾ പേപ്പറിൽ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ 24 അക്ക സീഡ് ഫ്രൈസ് എന്ത് ചെയ്യുക, നിങ്ങളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ കാണുന്ന താഴെ കൺഫേം യുവർ വാലറ്റ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ സീഡ് ഫ്രൈസ് ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുക. കൺഫേം എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് എനബിൾ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് എനബിൾ ആക്കാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുക. ഫിംഗർ പ്രിൻ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ടോക്കൺ എത്രയാണ് മൈഗ്രേറ്റ് ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ലോക്ക്ഡാണ്. എനിക്ക് ഒന്ന് ഒക്ടോബർ നവംബറോട് കൂടിയൊക്കെ ഇത് അൺലോക്ക് ആകും. അപ്പോൾ അൺലോക്ക് ആകുന്ന ഒരു ടൈമിൽ ഇതിൻ്റെ ഫസ്റ്റ് അക്കൗണ്ട് ആൾറെഡി അൺലോക്ക് ആയിട്ടുണ്ട്. സെക്കൻഡ് അക്കൗണ്ട് ഇത് അൺലോക്ക് ആകുമ്പോൾ എൻ്റെ റെഫറൽ ടീം, ഇതിലല്ല മെയിൻ അക്കൗണ്ടിലുള്ള റെഫറൽ ടീം 10-30 പേരുണ്ട്. നിങ്ങൾ കണ്ടിന്യൂ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ മിനിമം ഒരു 10 കോയിൻ വെച്ചിട്ട് എൻ്റെ റെഫറൽ ടീമിലുള്ള എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ മടങ്ങി പോവുക. നിങ്ങൾ മടങ്ങി അത് ബാക്ക് ഇറങ്ങിയതിന് ശേഷം നിങ്ങൾ ഇത് സ്ക്രോൾ ചെയ്യുക. ഇത് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുക, 14 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ അഡ്രസ്സ് ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല. ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം ശരിയായില്ല എങ്കിൽ ഒന്നുകൂടെയൊക്കെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മൈഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം വിഡ്രോ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഒരു മൈഗ്രേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ വിഡ്രോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് കാണാൻ കഴിയത്തില്ല. ഓക്കെ, എൻ്റെ ഫസ്റ്റ് അക്കൗണ്ടിൻ്റെ ജസ്റ്റ് അത് സ്റ്റാറ്റസ് ഞാനൊന്ന് കാണിക്കാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തതാണ് ഇതേ സെയിം ഐറ്റം. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വിഡ്രോ കിട്ടിയിട്ടുണ്ട്. കിട്ടിയതിന് ശേഷം രണ്ടാമത് കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഈ ഓപ്ഷൻ ചെയ്യുമ്പോൾ
ഇതുപോലെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഇതിലിപ്പോൾ എൻ്റെ കാണിക്കുന്നുണ്ട് സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് യുവർ ഇൻറ്റേർണൽ മൈഗ്രേഷൻ ടു മെയിൻനെറ്റ് ഈസ് കംപ്ലീറ്റഡ് ഫോർ സെൻഡ് ദ വാലറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ കാണിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറൊരു മൊബൈലിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പൈ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം സെയിം പ്രോസസ്സ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ കാണിക്കത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ വേറൊരു ഫോണിൽ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേറൊരു ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആകും. ഓക്കെ, ഇതുപോലെ വരേണ്ടതാണ്, പക്ഷേ എൻ്റെ ഇതിലിപ്പോൾ വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഇത് പൈ മൈൻ ചെയ്യുന്ന എല്ലാവരും അത് ചെക്ക് ചെയ്യുക. പിന്നെ വന്നിട്ടുള്ള വേറെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊന്നും കാണുന്നില്ല. പിന്നെ റീസെൻ്റ്ലി കണ്ട ഒരു അപ്ഡേറ്റാണ് കീ എന്ന് പറയുന്ന കീ ബ്ലോക്ക് ചെയിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കുറച്ച് പേരൊക്കെ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. വളരെ സ്ലോ മൈനിങ് ആണ്. അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ്ലി മൈൻ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. ഇതിൽ എനിക്ക് റെഫറലൊന്നുമില്ല. റെഫറൽ ഉള്ളവർക്ക് നിങ്ങൾക്ക് ബിറ്റ് കോയിന് വരെ തരുന്നുണ്ട്. ഓക്കെ, അത് കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ട് ഈ മൈനിങ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എല്ലാ 24 മണിക്കൂറിലും ഈ കാണുന്ന ഇവിടെ റിസീവ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ BTC ക്രെഡിറ്റ് ആകും. പക്ഷേ റെഫറൽ ചെയ്യാത്തവർക്ക് ഇത് എന്ത് ചെയ്യുക, BTC കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക, കിട്ടത്തില്ല. ഇപ്പോൾ റെഫറലുള്ളവർ നിങ്ങൾ എല്ലാ ദിവസവും BTC ക്ലെയിം ചെയ്യുക. ഇപ്പോൾ ഇതിൻ്റെ വന്നിട്ട് ഒരു അപ്ഡേറ്റ് കണ്ടിന്യൂസ്ലി ട്വിറ്ററിൽ വരുന്നുണ്ട്. അപ്പോൾ ട്വിറ്ററിൽ നിങ്ങൾ ഏതെങ്കിലും ട്വിറ്ററിൽ ജോയിൻ ചെയ്യരുത്. ഈ സൈറ്റ് വഴി തന്നെ പോകണം. ഈ ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾ പോയി ട്വിറ്റർ ഇത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കുറേ ഇവരുടെ ഇപ്പോൾ പാൻകേക്ക് സ്വാപ്പിൽ ഒരു 3 ലക്ഷത്തോളം ടോക്കൺ ഇവർ ഡീസെൻട്രലൈസ്ഡ് പാൻകേക്സ് എക്സ്ചേഞ്ചിൽ വന്നിട്ട് ലിക്വിഡിറ്റി ആഡ് ചെയ്തു എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് കണ്ടായിരുന്നു. ഇതാണ് ഇവരുടെ കോൺട്രാക്റ്റ് അഡ്രസ്സ്. ഇത് നിങ്ങൾ പാൻകേക്ക് സ്വാപ്പിൽ പോയി ചെക്ക് ചെയ്യുക, ലിക്വിഡിറ്റി ആഡ് ചെയ്തിട്ടുണ്ടോ എന്താണെന്നുള്ളത്. ഓക്കെ, BNBയിൽ നിന്നും നമുക്കിത് വാങ്ങാൻ കഴിയും. വാങ്ങിയതിന് ശേഷം ഈ ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. എങ്കിലും ഇവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് പ്രീസെയിലൊക്കെ ഇവർ ചെയ്തായിരുന്നു. പിന്നെ ഇവരുടെ BSC സ്കാനും ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ദിവസം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവരുടെ സ്നാപ്ഷോട്ട് എയർ ഡ്രോപ്പ് കീ വിൽ ബി ഷട്ട് ഡൗൺഡ് ബിറ്റ്വീൻ 1 AM വാഷിങ്ടൺ ടൈമിനനുസരിച്ച് ജൂലൈ 28-ന് എന്താ പറയുക ഇവരുടെ സ്നാപ്ഷൂട്ടൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അത്യാവശ്യം എയർ ഡ്രോപ്പ് വരാൻ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷനായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാ 24 മണിക്കൂറിൽ നിങ്ങളിത് എന്ത് ചെയ്യുക, ആക്റ്റീവായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടുക. വേറെ ഒന്നും ചെയ്യാനില്ല. ബാക്കി വിഡ്രോ മറ്റ് അനൗൺസ്മെൻറ്റുകൾ വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യും. ബാക്കി റെഗുലറായിട്ട് ചെയ്യുന്ന ഒരുപാട് ദിവസമായിട്ട് അനൗൺസ്മെൻറ്റ് വരാത്ത ആപ്ലിക്കേഷനാണെങ്കിൽ നിങ്ങളത് ഉപേക്ഷിക്കുക. ഓക്കെ, ഒരു 6 മാസം 1 വർഷമായിട്ട് ഒരു അപ്ഡേറ്റും വരാത്തതിനെ നമ്മൾ മൈൻഡ് ചെയ്യരുത്. അതെല്ലാം ഡെഡ് പ്രോജക്റ്റാണ്. ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകളിലേക്ക് നോക്കുക. നമ്മൾ ഒരു 100 പ്രോജക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു 1 അല്ലെങ്കിൽ 5 10 സക്സസ് ആകുക. ബാക്കിയൊക്കെ അവരുടെ കയ്യിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സ്കാം ചെയ്ത് പോകാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നത് കൊണ്ടോ അത് സക്സസ് ആകത്തില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവർ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.